ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിപ്രാചീനതയുള്ള ലേപാക്ഷി ടെമ്പിളും അവിടുത്തെ മനോഹരമായ ശില്പങ്ങളെയും പിന്നെ രഹസ്യം കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹാങ്ങിങ് പില്ലറും കണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ചെന്ന് കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അവിടെ തന്നെ അടുത്തുള്ള നന്ദിയുടെ ഒരു മോണോലിത്തിക് സ്റ്റാച്ചു ആണ്. 70 ഫീറ്റ് ഹൈറ്റ് ആണ് ഈ ഒരു നന്ദിയുള്ളത്. അത് മാത്രമല്ല, അവിടെ തന്നെ നമുക്കൊരു മിനി ജഡായു തീം പാർക്കും കൂടിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ രണ്ട് കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ലേപാക്ഷി ടെമ്പിൾ കണ്ടതിന് ശേഷം അവിടുന്ന് ജസ്റ്റ് ഒരു 400 മീറ്റർ അകലെയുള്ള നന്ദിയുടെ സ്റ്റാച്ചുവും പിന്നെ ഈ കാണുന്ന ജഡായു ആണ് കാണാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് നന്ദിയുടെ സ്റ്റാച്ചു കാണാം. ഈ കാണുന്ന നന്ദി 70 ഫീറ്റ് ഹൈറ്റുള്ള മോണോലിത്തിക് സ്റ്റാച്ചു ആണ്. അതായത് സിംഗിൾ സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചേക്കുന്നത്. കണ്ടില്ലേ, എന്ത് മനോഹരമായിട്ടാണ് അതിനകത്തുള്ള ഓരോ ഡിസൈനും അവർ ചെയ്തേക്കുന്നതെന്ന്. ഈ സ്ഥലം സത്യത്തിൽ ഒരു പാർക്കാണ്. നമുക്ക് നല്ല രീതിയിൽ സമയം ചെലവഴിക്കാൻ പറ്റും. കണ്ടില്ലേ, ഇപ്പോൾ ഒത്തിരി വെയിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് റെസ്റ്റ് എടുത്ത് പോവാവുന്നതാണ്. നല്ല ഒരു പ്രകൃതിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഒരു വലിയ മാങ്ങമരം ഉണ്ട്, അതിനകത്ത് ഫുള്ളായിട്ട് മാങ്ങ കായ്ച്ചിരിപ്പുണ്ട്. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ജഡായു. അപ്പം നമുക്കിനി അവിടേക്ക് പോവാം. ഇവിടെ നമുക്ക് പാർക്കിംഗ് ടിക്കറ്റ് ഉണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ലേപാക്ഷി ടെമ്പിളിൽ ചെന്നപ്പം അവിടുത്തെ പാർക്കിംഗ് ടിക്കറ്റ് ഇവിടെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടും. അല്ലെങ്കിൽ നമ്മളിവിടെ വീണ്ടും സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. അപ്പം ഈ ജഡായു തീം പാർക്കിനകത്ത് ചെല്ലാനായിട്ട് നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ജസ്റ്റ് 10 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നമുക്കിനി മേളിൽ ചെന്ന് കാണാം. ഇവിടെ നമുക്ക് ഒത്തിരി ഷോപ്സ് ഒക്കെ ഉണ്ട്. കണ്ടില്ലേ, ജ്യൂസ്, സ്നാക്സ് ഒക്കെ കിട്ടും. കണ്ടില്ലേ, ഒത്തിരി കളർഫുള്ളായ കമ്മലുകളുണ്ട്. പിന്നെ വേറെയും കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പം ഇതുവഴി വേണം നമ്മൾ മേളിലോട്ട് കയറി ചെല്ലാനായിട്ട്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ മേളിലോട്ട് കണ്ടില്ലേ, ഇരുമ്പിൻ്റെ സ്റ്റെപ്സ് അവർ പണിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾ ലൈവ് സ്കെച്ച് വരച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, നന്നായി വരച്ചിട്ടുണ്ട്. സാമ്പിളൊക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ട്. ഒരു പിക്ചറിന് 300 റുപ്പിയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്ന സ്റ്റെപ്സ് വഴി പോയാലാണ് നമുക്ക് ജഡായു ഉള്ള സ്ഥലത്തെത്താൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ അലോഡ് അല്ല, അതുകൊണ്ട് നമ്മൾ ഇതുവഴി വേണം കയറി ചെല്ലാനായിട്ട്. അപ്പോൾ നമുക്ക് ജഡായുയുടെ ഓപ്പോസിറ്റുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് കയറി ചെല്ലാവുന്നതാണ്. അവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ജഡായുയുടെ സ്റ്റാച്ചു കാണാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പയ്യെ വേണം പോവാനായിട്ട്. പക്ഷെ സേഫ്റ്റി മെഷറിന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം പേടിക്കേണ്ട കൂടുതലായി. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെയാണ് നമുക്ക് ജഡായു കാണാൻ പറ്റുന്നത്. പക്ഷെ അവിടെ നമ്മൾ കയറാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പ് എത്തിയിരിക്കുന്നു. ഈ കാണുന്ന അവിടെ നമുക്ക് ജഡായു കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ്.
കണ്ടില്ലേ, ഇവിടുന്ന് നമുക്ക് ഈ ലേപാക്ഷി സ്ഥലം മൊത്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ദേ ഈ കാണുന്ന അവിടെ നമുക്ക് സീതാദേവിയുടെ കാൽപ്പാട് കാണാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? ഈ കാണുന്ന റോഡ് വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. ദേ കണ്ടില്ല, അവിടെ വണ്ടിയൊക്കെ വരുന്നുണ്ട്. ദേ ലേപാക്ഷി ടെമ്പിൾ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ? ഈ കാണുന്ന ജടായു കേരളത്തിലെ ജടായുവിൻ്റെ അത്ര വലുപ്പമില്ല, കുറച്ച് ചെറുതാണ്. കേരളത്തിൽ നമുക്ക് നല്ല വലിയ ജടായു തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം വൈകാതെ തന്നെ അവിടുത്തെ ജടായും കൂടി നമുക്ക് ഓരോ ദിവസം കാണാം. നിങ്ങൾ ആരെങ്കിലും ആൾറെഡി കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ ആന്ധ്രാപ്രദേശിലുള്ള ജടായുവിനെയും കൂടി നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ജടായു ഉള്ള കാര്യം ഞങ്ങൾക്കും അറിഞ്ഞൂടായിരുന്നു. അപ്പം ലേപാക്ഷി ക്ഷേത്രത്തിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ജടായും കൂടി ഉണ്ടെന്ന കാര്യം അറിഞ്ഞത്. അപ്പം അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, ഒരു പുതിയ ഇൻഫർമേഷനും കൂടിയാണ് നിങ്ങൾക്ക് നൽകിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒത്തിരി വ്യത്യസ്തമായ സ്ഥലങ്ങളെ കാണാൻ ഇനി ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ തന്നെ ഉണ്ടാവണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.